നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദി ഫസ്റ്റ് ഹാഫ് വാസ് ഹൊറിബിൾ. സെക്കൻഡ് ഹാഫ് കൺഫേംഡ് ദി നൈറ്റ് മെയർ. പോർച്ചുഗലിൻ്റെ കളിയെക്കുറിച്ച് പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ഹൊറിബിളായിരുന്നു. രണ്ടാം പകുതി ദുരന്ത സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ദുസ്വപ്നമായിരുന്നു. അത് കൺഫേം ചെയ്തു. ആ ദുസ്വപ്നം കൺഫേം ചെയ്തു. വിദ്യ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ അത് ഔട്ട് ഓഫ് ട്യൂഡായിരുന്നു. റൊണാൾഡോ 90 മിനിറ്റ് കളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ഭാവി അത്ര മികച്ചതല്ല. ഇൻകോമ്പിറ്റൻസ് കൃത്യമായിട്ട് കാണിക്കുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ക്രിസ്ത്യാനോയെ 90 മിനിറ്റ് കളിപ്പിച്ചത് എന്നുകൂടി എബോല പറഞ്ഞു വെക്കുന്നു. വളരെ വിശദമായിട്ട് വലിയ വിമർശനങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും റോബർട്ടോ മാർട്ടിനസിനും പോർച്ചുഗീസ് ദേശീയ ടീമിനുമെതിരെ അഴിച്ചുവിടുന്നുണ്ട് പോർച്ചുഗീസ് മാധ്യമം. മാത്രമല്ല, പോർച്ചുഗീസ് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ നോക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇനി സ്റ്റാർട്ട് ചെയ്യിക്കേണ്ടതുണ്ടോ? CR7 40 വയസ്സായി, അത് ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം റോബർട്ടോ മാർട്ടിനസ് എന്ന് പോലും പലരും ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ടീമിന് ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലാണ് ഒട്ടുമിക്ക പോർച്ചുഗീസ് ആരാധകരും നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനോ ആരാധകരുടെ കാര്യമല്ല പറയുന്നത്, പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിൻ്റെ ആരാധകർ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൂടുതൽ കളിക്കളത്തിൽ കാണണം, അതാണ് ആഗ്രഹം. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ പോർച്ചുഗീസ് ദേശീയ ടീമിനെ ഇഷ്ടപ്പെടുന്ന പോർച്ചുഗീസ് ആരാധകർ, പോർച്ചുഗലുകാരായിട്ടുള്ള ആരാധകർ പറയുന്നത് കേൾക്കുക. തീർച്ചയായിട്ടും ഈ തോൽവി എന്ന് പറയുന്നത് വളരെ നാണക്കേടിൻ്റെ ഒന്നാണ്. മികച്ച ടീമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റൻസിറ്റിയും ഈ ടീം കാണിക്കുന്നില്ല. 4-5 ഗോളിന് തോൽക്കേണ്ടതാണ്. ഗോൾ കീപ്പർ മാത്രമാണ് രക്ഷപ്പെടുത്തിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിൽ അർത്ഥമില്ല. 60 മിനിറ്റിലധികം എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് കളിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. മാർട്ടിനസിൻ്റെ ടാക്ടിക്സ് വളരെ മോശമായിരുന്നു. റൊണാൾഡോയെ വെച്ച് നമ്മൾ കളിക്കുമ്പോൾ ദിസ് വേർഷൻ ഓഫ് റൊണാൾഡോ അങ്ങനെ പറയുന്നുണ്ട്. റൊണാൾഡോയുടെ ഇപ്പോഴത്തെ ഈ വേർഷൻ വെച്ച് നമ്മൾ കളിക്കുമ്പോൾ 10 പേരെ വെച്ച് നമ്മൾ കളിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ടീമിന് ഉണ്ടാകും എന്ന് പോർച്ചുഗീസ് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ട്വിറ്റർ ഹാൻഡിലുകളിൽ റിപ്പോർട്ടുകൾ വരുന്നു. വേണ്ട, പോർച്ചുഗീസ് മാധ്യമം എബോല എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് കൂടി നോക്കണം. എബോല വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റൊണാൾഡോയെ 90 മിനിറ്റ് കളിക്കളത്തിൽ നിർത്തി 40ാമത്തെ വയസ്സിൽ. അതിൻ്റെ അർത്ഥം നമ്മൾ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ല, യൂറോ കപ്പിൽ. ഇവിടെ വീണ്ടും അത് സംഭവിക്കുമ്പോൾ പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണത്. ഇത് ഔട്ട്റേജസ് ആയിട്ടുള്ള കാര്യമാണ്. മാർട്ടിനസ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90 മിനിറ്റ് എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ, അദ്ദേഹത്തിനോട് പറയാനുള്ള ഒരു കറേജ് തീർച്ചയായിട്ടും റോബർട്ടോ മാർട്ടിനസിന് ഉണ്ടാവണം. യങ് ടാലൻസിന് ഉപയോഗപ്പെടുത്തണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്ത പക്ഷം പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ ഭാവി അത്ര മികച്ചതല്ല എന്നാണ് ഇപ്പോൾ എബോലയുടെ ഒരു വിലയിരുത്തൽ. സോ അതൊരു ചോദ്യം തന്നെയാണ്. ഗോൺസാലോ റാമോസിനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്ക്വാഡിൽ എന്ന് പറഞ്ഞാൽ 23 അംഗ സ്ക്വാഡ് ഈ മത്സരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ ഗോൺസാലോ റാമോസ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കോൺസിസാവോ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനോയാണെങ്കിൽ 90 മിനിറ്റ് കളിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രശ്നമല്ല, സ്ട്രൈക്കറുടെ പ്രശ്നമല്ല എന്ന് കളിക്ക് ശേഷം റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആ കൃത്യമായ ഏരിയകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. ഒരു സ്ട്രൈക്കർ വരേണ്ട ഏരിയകൾ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ടേക്ക് പന്തെത്തിക്കാൻ കഴിയാതെ പോയി. ടീമിൻ്റെ മൊത്തത്തിലുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് റോബർട്ടോ മാർട്ടിനസ് അതിനെ ന്യായീകരിക്കുന്നു, വിശദീകരിക്കുന്നു. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ളൊരു 40-കാരനായിട്ടുള്ള താരത്തെയാണ് നിങ്ങളുടെ മെയിൻ സ്ട്രൈക്കറായിട്ട് 90 മിനിറ്റ് കളിക്കളത്തിൽ കളിപ്പിക്കുന്നതെങ്കിൽ ആ ടീമിൻ്റെ ഭാവിയിൽ ആശങ്കയുണ്ട് എന്ന് തന്നെ പോർച്ചുഗീസ് മാധ്യമങ്ങളും പറയുന്നു. ഏതായാലും ഇതിൽ ഒരു ഡിബേറ്റ് പോർച്ചുഗലിൽ എന്തായാലും ഉയർന്നു വന്നിട്ടുണ്ട്. CR7 മോശമാണെന്നും CR7 മാറ്റി നിർത്തണമെന്നൊന്നുമല്ല അവരാവശ്യപ്പെടുന്നത്. CR7 കളിപ്പിക്കണം, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയിട്ട് ബെഞ്ചിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കണം. 40 വയസ്സായി. പലപ്പോഴും ഈ ടീമിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മാത്രമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അവരുടെ നിരീക്ഷണങ്ങൾ. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ആരാധകർക്ക് ഈ പറയുന്ന അത്ര സുഖകരമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ പോർച്ചുഗീസ് മാധ്യമങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ആ റിയാലിറ്റി മനസ്സിലാക്കാൻ തയ്യാറാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.